കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഈ എപ്പിസോഡിൽ നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോണത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിനെ കുറിച്ചാണ്. PMF എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ കുറിച്ചാണ്. ഈ PMF എന്താണ്? PMF ആക്ച്വലി ആൻഡർസൺ ഹൊറോവിറ്റ്സ് എന്നുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കോയിൻ ചെയ്ത ഒരു വേർഡാണെന്നാണ് പറയപ്പെടാറ്. ഇത് നോർമലി യൂസ് ചെയ്യൽ ടെക് വേൾഡിലാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കസ്റ്റമേഴ്സ് വാങ്ങിക്കുകയും ചെയ്യുമ്പോഴാണ് ആക്ച്വലി പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയപ്പെടാറ്. ഇത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക് പ്രൊഡക്റ്റ് നോക്കിയാണ്. കാരണം ഒരു സൈഡിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുന്നു, അപ്പുറത്തെ സൈഡിൽ നമ്മൾ സെർവേഴ്സിനെ ആഡ് ചെയ്യുന്നു, സെയിൽസ് ടീമിനെ ആഡ് ചെയ്യുന്നു, കസ്റ്റമർ സപ്പോർട്ട് ടീമിനെ ആഡ് ചെയ്യുന്നു. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുമ്പോഴാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു കൺസ്യൂമർ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് തന്നെയാണ്, പക്ഷേ അതിൽ വേണ്ട കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ഇനി മുന്നോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരു ടെക് പ്രൊഡക്റ്റും ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇമെയിൽ ഒരു ടെക് പ്രൊഡക്റ്റാണ്. ഇമെയിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ടാണോ വാങ്ങിക്കൽ? അല്ല. ഇമെയിൽ നമ്മൾ വാങ്ങിക്കാറ് ഇൻ്റർനെറ്റിലെ ഒരു ഫോണിനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലെ ഒരു ലാപ്ടോപ്പിൽ നിന്നാണ് നമ്മൾ ഇമെയിൽ എടുക്കാറ്. ഇതേപോലെ നമ്മളൊരു D2C പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ വാങ്ങിക്കും. പക്ഷേ ഒന്നെങ്കിൽ ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പ്. ഓൺലൈൻ ഷോപ്പ് ആണെങ്കിൽ ക്യുക്കമേഴ്സ് ആപ്സിന് വാങ്ങിക്കും, മാർക്കറ്റ് പ്ലേസ് ആപ്സിന് വാങ്ങിക്കും, അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സ്വന്തം വെബ്സൈറ്റിന് വാങ്ങിക്കും. ഇനി ടെക് പ്രൊഡക്റ്റിൽ എപ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എഫക്ട്സ് കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമോ വാട്സാപ്പോ ഫേസ്ബുക്കോ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഏതെങ്കിലും ഒരു ഫ്രണ്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ടായിരിക്കും. അതായത് അവിടെ ആ ടെക് പ്രൊഡക്റ്റിന് അഡീഷണലി ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല പുതിയൊരു കൺസ്യൂമറെ അല്ലെങ്കിൽ കസ്റ്റമറെ ഓൺബോർഡ് ചെയ്യാൻ. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ്. കൺസ്യൂമർ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് അവയർനെസ് ബിൽഡ് ചെയ്തതിൽ മാത്രമേ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മിക്കവാറും ആ പ്രൊഡക്റ്റിൻ്റെ ഗുണം കൊണ്ട് ചിലപ്പോൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഓൺബോർഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ആഡ്സ് ആവാം, കോണ്ടന്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവൻറ്റ്സ് ആവാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൺസ്യൂമർ ബ്രാൻഡ്സ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി PMF അല്ല PPCMF ആണ് അച്ചീവ് ചെയ്യേണ്ടത്. PPCMF എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ്, പ്രൈസ്, ചാനൽ, മാർക്കറ്റ് ഫിറ്റ്. അതായത് ഈ ഒരു വേർഡ് കോയിൻ ചെയ്തത് ആറ്റംബർഗ് ഫാൻസിൻ്റെ BLDC വെച്ചിട്ട് എനർജി സേവിങ് ഫാൻസ് ആണ് ആറ്റംബർഗ് ചെയ്യുന്നത്. ആറ്റംബർഗ് ഫാൻസിൻ്റെ കോഫൗണ്ടറായ അരിന്ദം ബോളാണ് ഈ വേർഡ് ആക്ച്വലി കോയിൻ ചെയ്തത്. പ്രൊഡക്റ്റും പ്രൈസും ചാനലും മാർക്കറ്റും കറക്റ്റ് ആയാലേ നിങ്ങളെ ബ്രാൻഡ് കയറുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രാൻഡ് ക്യുക്കമേഴ്സിൽ വിൽക്കുമ്പോൾ, ഇൻസ്റ്റാമാർട്ടോ സ്വിഗ്ഗിയോ ഇനി ദുബായ് ആണെങ്കിൽ തലബാത്തോ ഡെലിവറിയിലോ ഒക്കെ വിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസിങ് ആയിരിക്കണം ആ പ്രൊഡക്റ്റ് ഉണ്ടാവേണ്ടത്. അത് നേരെ മറിച്ച് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നൂണിലോ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ അതിനനുസരിച്ച് പ്രൈസ് ഫൈൻ ട്യൂൺ ചെയ്യണം. ഇനി അതേ പ്രൊഡക്റ്റ് നിങ്ങൾ ജനറൽ ട്രേഡ്, അതായത് നോർമൽ ഷോപ്സിൽ ഗ്രോസറീസിൽ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രൈസും, അതേപോലെ പ്രൈസിങ് പാറ്റേൺ ആട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പം MRP സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു പ്രൈസിങ് സ്ട്രക്ചർ ഉണ്ട്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ മോഡേൺ ട്രേഡ്, അതായത് ലുലു അല്ലെങ്കിൽ നെസ്റ്റോ അല്ലെങ്കിൽ ക്യാരിഫോർ പോലത്തെ മോഡേൺ ട്രേഡ്സിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും PPCMF അച്ചീവ് ചെയ്യണം. ഓരോ ചാനലിനും ഓരോ മാർക്കറ്റിനും നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് വേരി ചെയ്യാം. ഈ PPCMF എന്നുള്ള കാര്യം വീണ്ടും നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടി വരും ഓരോ ലെവലെത്തുമ്പോൾ. ഇതുകൊണ്ട് തന്നെയാണ് പല ബ്രാൻഡുകളും ചിലപ്പോൾ 100 കോടി റവന്യൂ എത്തി അവിടെ ചിലപ്പോൾ സ്റ്റക്ക് ആവും. കാരണം ചിലപ്പോൾ വേറൊരു ചാനലിൽ വേറൊരു സ്ട്രാറ്റജിയും വേറൊരു പ്രൈസിങ്ങും ആയിരിക്കും വേണ്ടി വരിക. സോ അച്ചീവ് PPCMF റിപ്പീറ്റഡ്ലി. അങ്ങനെയാണ് 100 കോടിയുള്ള ബ്രാൻഡ് 1000 കോടിയിലേക്ക് പോകുന്നത്.